ഞാനൊരു കമ്പനിയാണോന്നും ഈ വീഡിയോസ് PR ആണോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം. 1, ഇത് PR അല്ല. 2, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ല. അതിനുള്ള യാതൊരു യോഗ്യതയും എനിക്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നാട്ടിലെ വളരെ ചെറിയ ഒരു ഗ്രാമത്തിലാണ് ഞാൻ വളർന്നത്. മറ്റെല്ലാ 90s കിഡ്സിനെയും പോലെ തന്നെ സർക്കാർ സ്കൂളിൽ കഞ്ഞിയും പയറും കഴിച്ച് ഡെസ്ക് ഇല്ലാതെ ബെഞ്ചിൽ വെച്ചെഴുതി, തറയിലിരുന്ന് ബെഞ്ചിൽ വെച്ചെഴുതി, വീട്ടില് കറണ്ട് പോകുമ്പോ കള്ളനും പോലീസും കളിച്ച് വളർന്ന ഒരു ശരാശരി മലയാളി. ഞങ്ങളുടെ നാട്ടിലൊരു വായനശാലയുണ്ട്, സ്വാതന്ത്ര്യ സമര വായനശാല. അവിടെയാണ് ഞങ്ങള് ആ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളുടെയും കുട്ടിക്കാലം രൂപപ്പെട്ടത്. അവിടെയാണ് ഞാൻ ആദ്യമായി DYFIയുടെയും CPIMന്റെയും കൊടി കാണുന്നതും അതില് തൊട്ടു നോക്കുന്നതും. നാട്ടിലൊരു കല്യാണം, ഒരു മരണം, ഒരു അപകടം, 4 ആള് കൂടുന്ന, സഹായം വേണ്ടുന്നിടത്തോ സന്തോഷമായി ഇരിക്കേണ്ടതോ ഒരുമിച്ച് പങ്കുവെക്കേണ്ട ദുഃഖങ്ങളോ ഉള്ള എല്ലാ സ്ഥലത്തും ഞാൻ ഈ DYFI ചേട്ടന്മാരെ കണ്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ബസ് കിട്ടാതെ വഴിയിൽ നിൽക്കുന്ന കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കുന്നതും ഈ DYFI ചേട്ടന്മാര് തന്നെയാണ്. എന്ത് വായിക്കണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ വലുതാവണം, എന്ത് ചിന്തിക്കണം, നാട്ടില് മതമില്ല, ജാതിയില്ല, യാതൊരു തരത്തിലുള്ള വേർതിരിവുമില്ല. ഇതെല്ലാം ഞാൻ കണ്ടുപിടിച്ചത് ഇവരെ കൂടിയാ. വായനശാലയുടെ നേതൃത്വത്തില് സൗജന്യമായിട്ട് കാശില്ലാത്ത കുട്ടികൾക്ക് ട്യൂഷൻ പഠിപ്പിക്കുക, PSC കോച്ചിങ്, വൈകുന്നേരം ക്വിസ് മത്സരം, ഇതെല്ലാം സംഘടിപ്പിക്കുന്നതും ഇവരൊക്കെ തന്നെയായിരുന്നു. നാട്ടില് കോൺഗ്രസും BJP ഇല്ലെന്നല്ല, ഉണ്ട്. ഇലക്ഷന് വോട്ട് ചോദിച്ചു വരുമ്പോ മാത്രമാണ് ഞാൻ കോൺഗ്രസിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരിക്കലും അവർ വോട്ട് ചെയ്യണമെന്ന് പറയുന്ന കണ്ടിട്ടില്ല. ഒരു നോട്ടീസ് തരും, അങ്ങ് പോവും, അത്ര ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ BJP അല്ല, ഞങ്ങളുടെ നാട്ടിലെ മാത്രം കാര്യമാണ് പറയുന്നത്. അവിടെ RSS ആയിരുന്നു പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്നത്. വായനശാലയിലെ കസേരകൾ തല്ലിപ്പൊട്ടിക്കുക, വായനശാലയുടെ വാതില്, വായനശാലയിലെ മറ്റു സാധനങ്ങൾ നശിപ്പിക്കുക, ബസ് സ്റ്റോപ്പില് എന്തെങ്കിലും വഴക്കുണ്ടാക്കുക, മരണ വീട്ടില് കരയോഗത്തിന്റെ കൊടി ആദ്യം കെട്ടിയില്ല എന്ന് പറഞ്ഞുള്ള വാക്കുതർക്കങ്ങൾ ഉണ്ടാക്കുക. പിന്നെ ഇവരുടെ കൂട്ടായ പരിശ്രമം ഞാൻ ആകെ കണ്ടിട്ടുള്ളത് അമ്പലത്തിലെ ഉത്സവത്തിന് കുതിരയെടുക്കാൻ മാത്രമാണ്. അവിടെയാണ് ഞാൻ ഇവരുടെ കൂട്ടായ എഫേർട്ട് എന്ന് പറയുന്ന സാധനം കണ്ടിട്ടുള്ളൂ. അതിനപ്പുറം മറ്റൊരു സാമൂഹ്യ പ്രവർത്തനത്തിലും RSSോ BJPയോ എന്റെ കുട്ടിക്കാലത്തോ ഞാൻ വളർന്നു വന്ന സമയത്തോ ഞങ്ങളുടെ നാട്ടിൽ പ്രവർത്തിച്ചിട്ടില്ല. ഇത് എന്റെ നാടിന്റെയും ഞാൻ വളർന്നു വന്നതിന്റെയും കാര്യങ്ങളാണ് പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ഞാൻ വളർന്നു വന്നത്. ഇന്ന് ഞാൻ 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയാണ്. ഞാനും കുഞ്ഞും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപില് ഒരു യാത്ര പോയി. ഞങ്ങൾ അവിടെ ചെന്നിറങ്ങി ടാക്സിയിൽ ഇരിക്കുമ്പോൾ ടാക്സി ഡ്രൈവർ അവിടുത്തെ ആശുപത്രി സൗകര്യമില്ലായ്മ, അവിടെ കോളേജുകൾ വളരെ കുറവാണ്, റോഡിന്റെ അപര്യാപ്തത, ഇതൊക്കെ ഇങ്ങനെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ 5 വയസ്സുകാരന് പെട്ടെന്ന് ചോദിച്ചു, അതെന്താ ഇവിടെ CPIM ഇല്ലേ എന്ന്. അപ്പോ എനിക്ക് മനസ്സിലായി, എന്നെ പോലെ തന്നെ സ്വാഭാവികമായി അനുഭവങ്ങളിലൂടെ അവന്റെ ചരിവും ഇടത്തോട്ടായി തുടങ്ങിയെന്ന്. അപ്പോ ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല. എന്നെങ്കിലും എനിക്കൊരു കമ്മ്യൂണിസ്റ്റ് ആവാൻ കഴിയുമെന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു.